إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدًا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأفضل الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം സമ്പൂർണമായി പാലിക്കണമെന്നും തഖ്വയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സമീപിക്കണമെന്നും ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, സഗൗരവം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഖ്ലിസുകളായ കുറച്ച് തമ്പുരാൻ്റെ ദാസന്മാരോടൊപ്പം നാം ഏവരെയും അള്ളാഹു സ്വർഗത്തിൽ ഉൾപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ റിള നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ കാല ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ പല പാപങ്ങളും ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും പാപങ്ങളെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ ഓതിയ ആയത്ത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും വല്ലാഹു സമീഉൻ അലീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു നൽകുന്ന ഒരു കൽപ്പനയാണ്. നബിയെ, അവരുടെ സമ്പത്തുകളിൽ നിന്നും താങ്കൾ സദഖ സ്വീകരിക്കുക. ആ സദഖ അവരെ ശുദ്ധീകരിക്കും, അവരെ പരിശുദ്ധപ്പെടുത്തും. അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. തീർച്ചയായും അങ്ങയുടെ പ്രാർത്ഥന അവരുടെ മനസ്സിന് സമാധാനം നൽകുന്നതാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. സദഖ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സക്കാത്തിനെ പരാമർശിച്ചത്. നമ്മളൊക്കെ പൊതുവെ സദഖ
സക്കാത്ത് രണ്ടായിട്ട് മനസ്സിലാക്കുന്ന ആളുകളാണ്. ദാനധർമ്മത്തിന് പൊതുവെ പറയുന്നൊരു പേരാണ് സദക്ക എന്നുള്ളത്. അതിൻ്റെ സാങ്കേതികമായി അങ്ങനെയാകാം. പക്ഷെ ഖുർആനിൽ ഈ ആയത്തിൽ അള്ളാഹു സദക്ക എന്ന് പ്രയോഗിച്ചത് സക്കാത്തിനെ സംബന്ധിച്ചാണ് എന്ന് മുഫസ്സിറുകളൊക്കെ ഏകകണ്ഠേന അവർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഈ ആയത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് അത് സ്വീകരിക്കാനാണ്, ശേഖരിക്കാനാണ്. കാരണം റസൂലിന് സദക്കേൻ്റെ ആവശ്യമില്ല, സക്കാത്തിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, നബിക്കും നബി കുടുംബത്തിനും അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് തിരുവചനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ റസൂലിനോടത് വാങ്ങാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നബിക്ക് ഉപയോഗിക്കാനല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. മറിച്ച് റസൂൽ അത് ആളുകളുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത് അത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആ കൽപ്പനയുടെ ഉദ്ദേശം. ആയതിൻ്റെ സാരം അതാണ്. ഓരോരുത്തരും അവരുടേതായ നിലക്ക് ഒറ്റയ്ക്ക് കൊടുക്കേണ്ടുന്നൊരു സംഗതി അല്ലാന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഒരു നേതാവ് മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകനായിട്ട്, ഭരണാധികാരിയായിട്ട്, ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ സംഘടിതമായി ആളുകളിൽ നിന്നും ശേഖരിച്ച് വിതരണം ചെയ്യേണ്ടുന്ന ഒരു സംവിധാനമായിട്ടാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഖുദ് എന്ന് പറയുന്നത് താങ്കൾ അത് സ്വീകരിക്കാവുന്നില്ല. ഈ നൽകപ്പെടുന്ന സക്കാത്തും അതിനെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുന്നത് ഇത് വിശ്വാസികളുടെ സംസ്കരണവും ശുദ്ധീകരണവും നടത്താനുള്ള ഒരു മാർഗം എന്നാണ്. സക്കാത്ത് കേവലം ഒരു ധന കൈമാറ്റമല്ല, അത് പണക്കാരിൽ നിന്ന് പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല, മറിച്ച് അതിനകത്തൊരു ആത്മീയതയുണ്ട്. മനുഷ്യരുടെ സംസ്കരണവും ശുദ്ധീകരണവും അതിലുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തുതഹിറുഹും വതുസക്കിഹിം രണ്ടു വാക്കാണ് പ്രയോഗിച്ചത്. തുതഹിർ, തഹൂറാക്കുക. വുളൂ ചെയ്യുന്ന വെള്ളത്തിന് പറയുന്നില്ല, തഹൂറായ വെള്ളം എന്നാണ് പറയുക. സ്വയം ശുദ്ധിയായത് മറ്റൊന്ന് ശുദ്ധിയാക്കാൻ പറ്റുന്നത് തഹൂർ അല്ലേ. കുടിക്കുന്ന നാരങ്ങാ വെള്ളത്തിന് ചായക്കാൻ പറയുന്നത് താഹിർ എന്നാണ്. അത് മറ്റൊന്നിന് ശുദ്ധീകരിക്കാൻ പറ്റില്ല, അത് ശുദ്ധിയാണ്. അപ്പോൾ ശുദ്ധിയുമായി ബന്ധപ്പെട്ട വാക്കാണ് തുതഹിറു. അപ്പം നമ്മളെ അത് ശുദ്ധീകരിക്കുന്നു, മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു, മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്നു. അപ്പൊ സംസ്കരിച്ചെടുക്കുന്ന ഈ പ്രവർത്തനം ആളുകളെ കൊണ്ട് റസൂലെ ചെയ്യിക്കണം. അത് പോരാങ്ങിട്ട് സക്കാത്ത് നൽകുന്നവർക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പൊ 3 കാര്യം അവിടെ വന്നു. ഒന്ന്, ഈ സക്കാത്ത് ഒരാള് ഉള്ളവനില്ലാത്തവന് അത് നൽകുന്നതോടുകൂടി തന്നെ അയാള് ശുദ്ധനാകുന്നു, സംസ്കരിക്കുന്നു. മൂന്നാമതായിട്ട് പ്രവാചകന്റെ പ്രാർത്ഥന ലഭിക്കുന്നു. വസല്ലി അലൈഹി, അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? റസൂലിൻ്റെ ഒരു പ്രാർത്ഥന കിട്ടിയെന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് അതൊരു വലിയ കാര്യമാണ്. സഖനുള്ള, അതവർക്ക് മനസ്സിന് വലിയ സമാധാനം നൽകുന്നത്. റസൂൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. റസൂലിൻ്റെ അടുക്കൽ പലപ്പോഴും പല സഹാബികളും പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ട് വരാറുണ്ടായിരുന്നതാണ്. പല ആവശ്യവും പറഞ്ഞിട്ട് പലർക്കു വേണ്ടിയും അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഹദീസിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് പ്രസിദ്ധമാണ് ആ പ്രാർത്ഥനകളൊക്കെ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി റസൂൽ നടത്തിയ ഒരു പ്രാർത്ഥനയാണല്ലോ മുമ്പ് നമ്മൾ ഇതുപോലെ അനുസ്മരിച്ചിട്ടുണ്ട്. മദായിൻ യുദ്ധത്തിന്റെ വിജയത്തിന് ഹേതുവായത് അല്ലേ. റസൂൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹു അജിബ് ദഅവതഹു, സഅദിന്റെ പ്രാർത്ഥന അല്ലാഹു നീ സ്വീകരിക്കണേ. വഅഖിം റംയതഹു, അദ്ദേഹത്തിന്റെ അമ്പെയ്ത്ത് ലക്ഷ്യത്തിൽ കൊള്ളിക്കണേ എന്നുള്ള. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇങ്ങനെ സക്കാത്ത് നൽകുന്നവർക്ക് വേണ്ടി റസൂലെ പ്രാർത്ഥിക്കുക. അതാ പറഞ്ഞിട്ട് അർത്ഥം. വസല്ലി അലൈഹി, സക്കാത്ത് നൽകുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ സക്കാത്ത് നൽകുന്ന പണക്കാർക്ക് വേണ്ടി റസൂൽ എന്തായിരിക്കും പ്രാർത്ഥിക്കുക? അല്ലെങ്കിൽ റസൂലിന് ശേഷം ആ സ്ഥാനത്ത് നിൽക്കുന്ന ഭരണാധികാരിക്ക് എന്തായിരിക്കും പ്രാർത്ഥിക്കേണ്ടത്? അങ്ങനെയുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില മൂലമാര് വീട്ടിൽ വിളിക്കുമ്പോഴത്തേക്കും പിന്നെ കാടടച്ച് നടത്തുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പ്രാർത്ഥന അല്ലല്ലോ റസൂൽ നടത്തുക. സന്ദർഭത്തിൽ നിന്നുള്ള പ്രാർത്ഥന റസൂൽ നടത്തുക. ഓരോ സമയത്തും റസൂൽ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ നൽകിയ വ്യക്തിയുടെ, അദ്ദേഹത്തിന്റെ ഒരു പരിസരം, അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ ആ ഒരു നൽകിയ ആ ഒരു സാഹചര്യം, ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളിലെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോൾ ഒരു കോഴിമുട്ട തൂക്കം സ്വർണവുമായിട്ട് റസൂലിന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. യുദ്ധ ഫണ്ടിലേക്ക് റസൂൽ പണം ആവശ്യപ്പെട്ടപ്പോൾ കൊണ്ടുവന്നാണ്.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂൽ ഇതെൻ്റെ സ്വത്തിൻ്റെ പകുതിയാണ്, ബാക്കി എൻ്റെ കയ്യിലുണ്ട്, അങ്ങ് ആവശ്യപ്പെട്ടാൽ ഞാൻ ആ പകുതിയും കൂടെ തരാം. റസൂൽ പറഞ്ഞു, വേണ്ട അബ്ദുറഹ്മാൻ, അതെൻ്റെ കയ്യിലിരുന്നോട്ടെ. ഇന്ന് റസൂൽ അവിടെ പ്രാർത്ഥന എന്താ അറിയോ? അബ്ദുറഹ്മാനിന്റെ ഈ ദാനം അള്ളാഹു സ്വീകരിക്കട്ടെ, അദ്ദേഹം പിടിച്ചു വെച്ചതിൽ അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നൽകട്ടെ. പിന്നെയാണ് നമ്മൾ കാണുന്നത് വെച്ചടി അദ്ദേഹത്തിന്റെ കയറ്റമായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ഇങ്ങനെ, പണക്കാർക്ക് വേണ്ടി റസൂൽ നടത്തുന്ന പ്രാർത്ഥന, ധനം കൊണ്ടു കൊടുക്കുമ്പോൾ റസൂൽ നടത്തുന്ന പ്രാർത്ഥന തീർച്ചയായും അവിടെ സമ്പത്ത് അഭിവൃദ്ധിപ്പെടാനുള്ള പ്രാർത്ഥനയായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ സക്കാത്ത് ഒരു സാമൂഹിക സംവിധാനത്തിൽ നിന്ന്, ഒരു വ്യവസ്ഥയിൽ നിന്ന്, ഒരു ചിട്ടയോടുകൂടി ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന അതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ അതിൻ്റെ വക്കീല്, അതിൻ്റെ പണം സ്വീകരിക്കുന്ന ആള്, കൊടുക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അള്ളാഹു നിങ്ങളുടെ പണത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. റസൂലിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് നടന്ന പ്രാർത്ഥനയാണ്. ഇതൊക്കെ ഒരു വ്യവസ്ഥിതിയിലേക്ക് വരുമ്പോൾ കിട്ടുന്ന സംഗതിയാണ് ഈ സംഗതി. നേരത്തെ പറഞ്ഞ ഒറ്റയ്ക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ സക്കാത്ത് നമ്മളെ പരിശുദ്ധപ്പെടുത്തുമായിരിക്കും, സംസ്കരിക്കുമായിരിക്കും. പക്ഷെ പ്രാർത്ഥന കിട്ടൂലല്ലോ. പ്രാർത്ഥന കിട്ടണമെങ്കിൽ ഇത് കൊണ്ടു കൊടുക്കുന്ന ഒരു ഏജൻസി ഇവിടെ ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞത് സക്കാത്തിന്റെ സാമൂഹിക പരിസരത്തെ നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അപ്പൊ സക്കാത്ത് എന്നുള്ളത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള ഒരു ഇബാദത്തിന്റെ തലാണത്. അത് ഇബാദത്താണോ എന്ന് വെച്ചാൽ അതൊരു ഇബാദത്താണ്. സാമൂഹികമായ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാമൂഹികമായ പ്രസക്തി അതിനുണ്ട്. അപ്പൊ വിശ്വാസിയുടെ സമ്പത്തിന്റെയും അവന്റെ ആത്മാവിന്റെയും ഒക്കെ സംസ്കരണം നൽകുന്ന ഈ സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥത്തിന്റെ സംസ്കരണം എന്നാണ്. സക്കാ എന്ന വാക്കിന്റെ അർത്ഥത്തിന്റെ സംസ്കരണം എന്നാണ്. അപ്പൊ ഇതിന് വേറൊരു പേരും അല്ലാഹ് കൊടുക്കുന്നില്ല. സക്കാത്ത് സംസ്കരണം, അതിന്റെ വാക്കിന്റെ ആ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു ഇബാദത്താണ്. മറ്റൊരു ഇബാദത്തിന് ഈ ഒരു പേരില്ല. സ്വലാത്ത്, നിസ്കാരം, അതിന് പ്രാർത്ഥന എന്നർത്ഥം അല്ലെ, ഹജ്ജ് സന്ദർശനം എന്നർത്ഥം, യാത്ര എന്നാണ് അർത്ഥം. സക്കാത്തിന്റെ പേര് മാത്രം സംസ്കരണം. അത് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ സംസ്കരിക്കുന്നു, സംഘടിതമായി അത് നിർവഹിക്കണമെന്നുള്ള സന്ദേശം അള്ളാഹു ഈ ആയത്തിൽ നമ്മളോട് വളരെ വ്യക്തമായി തന്നെ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അത് ശേഖരിക്കാനായി അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ആർക്കൊക്കെയാണ് സക്കാത്ത് നൽകേണ്ടത്? ഇതൊക്കെ നമ്മൾ വർഷങ്ങളായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, വായിച്ച് നമുക്ക് അറിയാവുന്ന, ഒരുപക്ഷെ ആരോട് ചോദിച്ചാലും സക്കാത്തിന്റെ 8 അവകാശങ്ങളുടെ പേര് പറയാനൊന്നും ആർക്കും പ്രയാസം ഉണ്ടാവില്ല. അതൊക്കെ ആളുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഖുർആനിലൂടെ അള്ളാഹു സക്കാത്തിന്റെ 8 അവകാശികളെ പരാമർശിച്ചു എന്നുള്ളതാണ്. ഖുർആനിൽ അള്ളാഹു ഒരു കാര്യം പറയുമ്പോൾ, ഖുർആന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും സവിസ്തരം വിശദീകരിക്കുന്ന ഗ്രന്ഥമൊന്നുമല്ല ഖുർആൻ. ഖുർആൻ നമ്മൾ പഠിക്കുന്നവരാണ്, വായിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു കർമ്മത്തെ സമ്പൂർണമായി അതിന്റെ ഫർള്, സുന്നത്ത് ഒക്കെ വേർതിരിച്ചിട്ട് അങ്ങനെ പറയുന്ന രീതി ഖുർആനിൽ ഇല്ലല്ലോ. ഖുർആൻ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അതിന്റെ ബേസിക്കാണ് പറഞ്ഞു വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ പറയുന്ന ഒരു ഗ്രന്ഥമായിരിക്കെ വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നു സക്കാത്തിന്റെ അവകാശികളുടെ 8 എണ്ണം കൃത്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. തർക്കമില്ലാത്ത വണ്ണം ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി ഖുർആനിൽ തന്നെ പേര് പറയുകയും മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവർത്തന മാതൃക, എങ്ങനെയാണ് സക്കാത്ത് വിശ്വാസികൾ വിതരണം ചെയ്യേണ്ടത്, ശേഖരിക്കേണ്ടത്, അത് വിതരണം നടത്തേണ്ടത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാൽ മാത്രം പറയുകയല്ല, അത് എങ്ങനെ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തരികയും ചെയ്തു എന്നുള്ളതാണ്. റസൂല് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം പിന്നീട് അധികാരത്തിലേക്ക് വന്ന ഖലീഫമാരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ, ഖിലാഫത്തിന്റെ അവസാനത്തിന് ശേഷം പിന്നീട് വന്ന രാജാക്കന്മാരായ ഖലീഫമാരെന്ന പേരിൽ പിരിച്ചുകൊടുക്കുന്ന പിന്നീട് വന്ന ഭരണാധികാരികൾ, അത് ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ വ്യവസ്ഥാപിതമായിട്ട് ഒരു ഖിലാഫത്ത് അത് പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ആ സമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന പല മുസ്ലിം രാജവംശങ്ങളുണ്ടല്ലോ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം അമവി ഖിലാഫത്ത് ഉണ്ടായി. അതൊരു ഖലീഫ എന്നുള്ള നമുക്ക് അംഗീകരിച്ചു പോകാം. അബ്ബാസി ഖിലാഫത്ത് അധികാരം ഏറ്റെടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും, കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഖിലാഫത്തിന്റെ പേരിന് മാത്രം അംഗീകരിക്കുന്ന മുസ്ലിം രാജവംശങ്ങൾ പിറവിയെടുത്തിരുന്നു. അതായത് ബഗ്ദാദ് പ്രദേശത്ത് അബ്ബാസി ഖിലാഫത്ത് ഖലീഫ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ മുഗൾ വംശം ഭരണം നടത്തുന്നുണ്ട് രാജാവായിട്ട്. വേറെ ചില സ്ഥലങ്ങളിൽ വേറെ ആളുകൾ ഭരണം നടത്തുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത രാജാക്കന്മാർ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെയും
ഒരു സംവിധാനമായിട്ട് സക്കാത്ത് ഒരു മിനിസ്ട്രി ആയിട്ട് കൊണ്ടുവന്നുള്ളതാണ്. ലോകത്തൊരു മുസ്ലിം രാജാവ് വന്നിട്ടുണ്ടെങ്കിലും ആ രാജാവൊക്കെ സക്കാത്ത് പിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ, ഖലീഫുമാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ അതിൻ്റെതായ ഒരു സംവിധാനം അവരുണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ ഇസ്ലാമിക ഭരണം നിലനിന്ന കാലഘട്ടത്തിൽ വ്യവസ്ഥാപിതമായി ഉണ്ടായിരുന്ന ഒരു സംഗതി എന്നതുപോലെ തന്നെ ഇതില്ലാത്തൊരു കാലം, നമ്മൾ അങ്ങനത്തെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഇപ്പൊ എവിടെയും നമ്മളുടെ ജീവിതം, ഇന്ത്യയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ബാക്കി സ്ഥലത്തില്ല എന്നല്ല. ഇപ്പൊ ഗൾഫ് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ സക്കാത്ത് ശേഖരിക്കാനുള്ള വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുണ്ട്. എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും ഉണ്ട് സക്കാത്ത് മിനിസ്ട്രി ഉണ്ട് അവിടെ. അപ്പൊ അതില്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ എന്ത് ചെയ്യും? ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ജമാഅത്ത് നിസ്കാരവും ജുമാ പോലുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിം സമൂഹം നിർവഹിക്കുന്നത് എങ്ങനെയാണ്? സംഘടിതമായിട്ടാണ് നിർവഹിക്കുക. അപ്പൊ സംഘടിതമല്ലാതെ നിർവഹിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലേ? ശരിയാവും. ളുഹർ നിസ്കാരത്തിന് ഇപ്പൊ ജമാഅത്ത് ആളുകളോട് ചോദിക്കും, നിങ്ങൾ കൃത്യമായി 5 നേരത്തെ നിസ്കാരത്തിന്റെ ജമാഅത്തിൽ നിങ്ങളുടെ പങ്കെടുക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുബഹി നിസ്കാരം ജമാഅത്തായിട്ട് പങ്കെടുത്ത ആൾക്കാർ എത്ര എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ എണ്ണം കുറയും. പലരും വീട്ടിലാക്കി നിസ്കരിച്ചിട്ടുണ്ടാവുക. പക്ഷെ വീട്ടിൽ നിസ്കരിക്കേണ്ടതാണോ നിസ്കാരം? അല്ലല്ലോ. നിസ്കാരം എന്നുള്ളത് വീട്ടിൽ നിർവഹിക്കേണ്ടതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അത് പറയുന്നുണ്ട്. എവിടെന്നാണോ ബാങ്ക് കേട്ടത് അവിടെയാണ്, വിളിക്കപ്പെട്ടിടത്താണ് അത് നിർവഹിക്കേണ്ടതെന്നാണ്. അപ്പൊ വിളിക്കപ്പെട്ടിടത്തേക്ക് നിർവഹിക്കാനായി, ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി വരണം. അതിനാണ് പള്ളികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സമൂഹം സംഘടിതമായി നിർവഹിച്ചു പോരുന്ന ഒരു സംഗതി നിസ്കാരമാണെങ്കിൽ, അതേപോലെ തന്നെ ഇസ്ലാമിക ഖിലാഫത്ത് പോയി അതുകൊണ്ട് സക്കാത്ത് സാമൂഹികമായി സംഘടിതമായി നിർവഹിക്കാനുള്ള സംവിധാനം ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല. ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളുടെയൊക്കെ പ്രത്യേകത അത് സാമൂഹികമായി നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ തന്നെ എല്ലാ സംഗതിയും അങ്ങനെ തന്നെയാണ്. പഞ്ചസ്തംഭങ്ങൾ അല്ലെ, ഇസ്ലാം കാര്യം എന്ന് പറയപ്പെടുന്ന 5 കാര്യങ്ങൾ. അത് കലിമത്തു ഷഹാദ മാത്രം ഒരാളെ വ്യക്തിയായിട്ട് സ്വന്തമായിട്ട് ഉൾക്കൊള്ളുക, അത് തന്നെ ഒരു സമൂഹമായിട്ട് നിലനിൽക്കുന്ന ഒരു അടയാളമാണ്, സാക്ഷ്യപ്പെടുത്തലാണ്. ഞാൻ മുസ്ലിമാണ് എന്ന് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, അവിടെ ഒരു സാമൂഹികത നമ്മൾ കാണുന്നുണ്ട് കലിമത്തു ഷഹാദയിൽ തന്നെ. നിങ്ങൾ ഓരോരുത്തരും മുസ്ലിമീങ്ങളാണ് എന്നുള്ളത് ബാക്കി മുസ്ലിങ്ങൾക്കറിയാം. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരാൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട സാധനമല്ല ഈമാൻ ഇസ്ലാം എന്നുള്ള കാര്യം. അപ്പൊ അവിടെ ഒരു സാക്ഷ്യപ്പെടുത്തൽ, ഒരു സാമൂഹികമായ ഒരു അംഗീകാരം വിശ്വാസത്തിന്റെ വിഷയത്തിൽ നമ്മൾ, അത് ഇസ്ലാമിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇന്ത്യ ഗവൺമെന്റ് ബോധ്യപ്പെടുത്തണ്ടേ ഒരാൾ ഏത് മതക്കാരനാണെന്നുള്ള വിഷയത്തിൽ അല്ലെ. മതം മാറണമെങ്കിൽ ഗസറ്റ് വേറെ പരസ്യം ചെയ്യണ്ടേ. അപ്പൊ ഒരാളുടെ ആദർശം എന്നുള്ളത് സാമൂഹികമായി വരുന്നൊരു സംഗതിയാണ്. നിസ്കാരം ജമാഅത്തായിട്ടാണ് നിർവഹിക്കപ്പെടുക. റമളാനില്ല, നോമ്പ്. എനിക്കത് തീരുമാനിച്ചിട്ട് റമളാൻ മാസത്തിൽ ഒരു അത്യാവശ്യ യാത്രയുണ്ട് എന്നതുകൊണ്ട് 1 മാസം മുന്നേ നോമ്പ് വയ്ക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതേക്കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? അത് സമയത്ത് ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ അവതരിക്കപ്പെട്ട ഈ റമളാൻ മാസം, ആ റമളാൻ മാസത്തിലാണ് നിങ്ങൾ നോമ്പ് വെക്കേണ്ടത്. അതിന് പിന്നത്തേക്കോ അല്ലെ മുന്നത്തേക്കോ മാറ്റി വെക്കാൻ പറ്റില്ല. എല്ലാവരും ഒരേ സമയത്ത്. ഹജ്ജ് ഇഷ്ടപ്പെട്ട സമയത്ത് പോയി ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, അതിനൊരു സമയമുണ്ട്. അതാ ദുൽഹിജ്ജക്ക് ഹാജിമാരൊക്കെ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ആ ഒരു സമയത്ത്. റസൂൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇത് അറഫയാണ്. അത്രേ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിൽ എല്ലാവരും ഒരേ സമയത്ത് ഉണ്ടാവണം. അപ്പോഴാ ഹജ്ജാവുക. അത് സാമൂഹികമാണ്. നിങ്ങൾ നോക്കൂ, ഷഹാദത്ത് കലിമ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ സംഘടിതമായിരിക്കെ ആണ് നമ്മൾ അംഗീകരിക്കേ. സക്കാത്തിന്റെ വിഷയം മാത്രം വരുമ്പോൾ അത് പിന്നെ 27-ാം രാവിലെ എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് ഞാനും കൊടുത്താൽ മതി. കുറച്ചുകൂടെ പുരോഗതി ആയിട്ടുണ്ട്. 27 എന്നുള്ള അല്ലാത്ത സമയത്ത് ഞാൻ കണക്ക് നോക്കിയാൽ കൊടുത്തോളാം. വേറെ ആരും അതിനകത്ത് ഇടപെടാൻ വരണ്ട എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ഇത്തരത്തിലുള്ള ആരാധനകളുടെ സാമൂഹികത മനസ്സിലാക്കാത്ത ഒരാളുടെ പരാമർശമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ചൈതന്യത്തോടെ എല്ലാ ആരാധനകൾക്കും അതിൻ്റെതായ ചൈതന്യമുണ്ട്. ചിലതൊക്കെ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാകുമെങ്കിലും അതിൻ്റെ പൂർണ്ണത അതല്ല. അത് ഏറ്റവും ഭംഗിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ രീതിയിലൂടെ തന്നെ അത് നിർവഹിക്കണം. മുസ്ലിം പൊതുജനം അങ്ങനെയാണ് ഇത്ര കാലവും അത് നിർവഹിച്ചു വന്നത്. അപ്പൊ ഇഖാമത്തു സലാത്തിനോടൊപ്പം നമ്മൾ നിർവഹിക്കേണ്ടുന്ന, സ്ഥാപിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഇഖാമത്തു സക്കാത്ത് എന്നുള്ളത്. സക്കാത്ത് അതേപോലെ നിർവഹിക്കപ്പെടണം. കാലത്തിനൊപ്പിച്ച ഒരു മാറ്റം എന്ന നിലയ്ക്ക് മനസ്സിലാക്കപ്പെടേണ്ട സംഗതിയല്ല. ഇതിങ്ങനെ തന്നെയാണ് നിർവഹിച്ചു വന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല, സംഘടിതമായി നിർവഹിക്കപ്പെടുന്ന ഈ നിസ്കാരത്തിന്റെ കൂടെയാണ് അള്ളാഹു സക്കാത്തിനെ പരാമർശിച്ചത്. ഖുർആനിൽ എവിടെയൊക്കെ അല്ലേ നിസ്കാരത്തെ കുറിച്ച് പറയും, അതിന്റെ ചേർത്ത് നിസ്കാരം നിർവഹിക്കുന്നവർ,
സക്കാത്ത് കൊടുക്കുന്നവർ. അപ്പൊ സക്കാത്ത് കൊടുക്കാത്ത ഒരാളുടെ നിസ്കാരം തന്നെ ഇത് പെയർ ചെയ്യപ്പെട്ട് മനസ്സിലാക്കേണ്ട സാധനമാണ്, ഒന്നിച്ചുള്ള സാധനമാണ്. അപ്പൊ ഒറ്റയ്ക്ക് മാത്രം അത് മാത്രം നിർവഹിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ സക്കാത്തിന്റെ സാമൂഹികമായി നിർവഹിക്കപ്പെടേണ്ടുന്ന ഒരു സംഗതിയാണ്, സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ ഈ വിഷയത്തിൽ വളരെ കൃത്യമാണ്, നമുക്കറിയാം. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഇഫ്തറള അലൈഹിം സദഖ തുഖദു മിൻ അഗ്നിയാഹിം ഫതുറദ്ദു ഫീ ഫുഖറായിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് അവരുടെ മേൽ സദഖ, അതായത് സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു. ഈ സക്കാത്തിന് എന്താ ചെയ്യേണ്ടത്? തുഖദു മിൻ അഗ്നിയാഹിം, അവരിലെ പണക്കാരിൽ നിന്നും അത് സ്വീകരിക്കപ്പെടും, പിടിക്കപ്പെടും. ഫതുറദ്ദു ഇലാ ഫുഖറായിഹിം, അവരുടെ പാവങ്ങളിലേക്ക് അതിനെ തിരിക്കപ്പെടും. പണക്കാരിൽ നിന്നും എടുക്കപ്പെടും, പാവങ്ങളിലേക്ക് അതിനെ തിരിക്കപ്പെടും. ഈ പ്രയോഗം നോക്കൂ. ഇതൊരു വ്യക്തിയായിട്ട് കൊടുക്കണമെന്നോ വ്യക്തിയായി സ്വീകരിക്കണമെന്നോ അല്ല പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പണക്കാരതിനെ കൊടുക്കണം, പാവങ്ങൾ അതിനെ സ്വീകരിക്കണം എന്നായിരുന്നെങ്കിൽ ഇതിന്റെ പ്രയോഗം അറിയാവോ? പണക്കാരതിനെ കൊടുക്കും, പാവങ്ങൾ അതിനെ സ്വീകരിക്കും എന്നായിരുന്നു. പക്ഷെ അള്ളാഹ് പറഞ്ഞ അങ്ങനെയല്ല, പണക്കാരിൽ നിന്നും അത് എടുക്കപ്പെടും, പാവങ്ങൾക്കത് വിതരണം ചെയ്യപ്പെടും. അപ്പൊ കൊടുക്കപ്പെടുന്ന ഒരു സംവിധാനം, കളക്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അല്ലേ, അതിനൊരു ഏജൻസി ഇതുണ്ടെന്നുള്ള വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ സംവിധാനം സ്ഥാപിക്കുക ചെയ്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലേ, നമ്മളിപ്പോ ഇതുവരെ പരാമർശിച്ചതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ അയക്കുന്നു സക്കാത്ത് പിരിക്കാനായിട്ട്. അപ്പൊ നിസ്കാരത്തെ പോലെ കണക്കാക്കപ്പെടുന്ന, സമൂഹത്തിൽ നടപ്പാക്കപ്പെടേണ്ടുന്ന ഒരു വലിയ സംസ്കാരമാണ് സക്കാത്ത് സംസ്കാരം എന്നുള്ളത്. സമൂഹത്തിന്റെ എല്ലാ തട്ടിലുള്ള ആളുകൾക്കും അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ്. സാമൂഹികമായതിന്റെ പ്രസക്തിയുണ്ട് സക്കാത്തിന്റെ. എല്ലാവർക്കും, പണക്കാർ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ളതല്ല ഇസ്ലാമിന്റെ എന്താ പറയുക, വെൽഫെയർ സ്റ്റേറ്റിന്റെ ലക്ഷ്യം അങ്ങനെയല്ല. എല്ലാവർക്കും ജീവിക്കണം, എല്ലാവരും അന്തസ്സോടെ ജീവിക്കണം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സംവിധാനമാണ് സക്കാത്ത്. ക്ഷേമരാഷ്ട്രം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ ലോകത്ത് ഇന്ന്. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് തന്നെ അപ്രസവമായി. മുതലാളിത്തത്തിന്റെ വളർച്ചയിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്നൊരു സങ്കല്പം തന്നെ ഇല്ല. പണക്കാർക്ക് പിന്നെയും പണമുണ്ടാക്കാനുള്ള സംവിധാനം മാത്രം. ലോക ചട്ടമ്പയെ അമേരിക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താണ്? ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങിയാൽ മതി, വേറെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പാടില്ല. ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രം വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ അടുക്കൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്താൽ അയാൾക്കത് ഇഷ്ടപ്പെടില്ല. അയാൾ സൈനികമായി പിന്നെ ഇടപെടുകയാണ്. ഞങ്ങളുടെ അടുത്ത് വാങ്ങിയാൽ മതി. നിങ്ങൾ കണ്ടോ, അമേരിക്കയുടെ തൊട്ടടുത്ത് എടുക്കുന്ന കാനഡയോടുള്ള അമേരിക്കയുടെ ഭീഷണി. ഞങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾ പ്ലെയിൻ വാങ്ങുന്നില്ലെങ്കിൽ കാനഡയുടെ ആകാശത്ത് പിന്നെ അമേരിക്കന്റെ ഫൈറ്ററുകൾ പ്രത്യക്ഷപ്പെടും. ഭീഷണിയാണ്, ഇവിടുന്ന് വാങ്ങിയേ മതിയാകും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉള്ളവനെ മാത്രം പോഷിപ്പിക്കുന്ന ഒരു പുതിയ ഈ ഒരു നവലോകക്രമം, ആ നവലോകക്രമത്തിനെതിരെയുള്ള ഇസ്ലാമിന്റെ ഒരു ജിഹാദാണ് സക്കാത്ത് എന്നുള്ളത്. അപ്പൊ ആ ഒരു സംഗതിയെ കുറിച്ച് ഇസ്ലാം ആത്മീയത ചേർത്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വെൽഫെയർ സ്റ്റേറ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അവിടെ ഒരു സംഗതിയുണ്ട്. അവിടെ ഒരു പവർ ആദ്യം വരികയാണ്. ഈ പവറിൽ നിന്നിട്ട് കളക്ട് ചെയ്തിട്ടാണ് പിന്നെ വിതരണം ചെയ്യുക. രാഷ്ട്രസങ്കല്പമാകുമ്പോഴത്തേക്ക് രാഷ്ട്രത്തിന്റെ അധികാരം ഉണ്ടല്ലോ, ആ അധികാരം ഉപയോഗിച്ചിട്ട് ആളുകളിൽ നിന്നും ടാക്സ് വാങ്ങുന്നു, ടാക്സ് പോലെ സക്കാത്ത് വാങ്ങുന്നു, അല്ലെങ്കിൽ മറ്റേ ലഭ്യ വാങ്ങുന്നു, പിന്നെ വിതരണം ചെയ്യുക. അപ്പൊ ബലമായി ജനങ്ങളുടെ അടുക്കൽ നിന്നും പിടിച്ചെടുത്തിട്ട് ആളുകൾക്ക്, പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ സംവിധാനമല്ല ഇസ്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇസ്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവിടെ വിശ്വാസവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അവിടെ രാഷ്ട്രം എന്നൊരു പവർ തന്നെ വേണമെന്നില്ല. രാഷ്ട്രം എന്നൊരു പവർ ഇല്ലാതെ തന്നെ ആത്മീയമായി ഓരോ മനുഷ്യനും തോന്നുകയാണ്, ഞാനിത് കൊടുക്കേണ്ടതാണല്ലോ, ഞാനിത് കൊടുക്കുന്നില്ലെങ്കിൽ പടച്ചതമ്പുരാനോട് ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. അവന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നൊരു ത്വരയാണിത്. അവന്റെ ഉള്ളിൽ താൻ നാളെ മരിച്ചുപോയി കഴിയുമ്പോൾ എന്റെ നാഥനോട് എനിക്ക് സമാധാനം പറയേണ്ടി വരില്ലേ. അപ്പൊ അതുകൊണ്ട് സക്കാത്ത് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുകയാണ്, ഭരണാധികാരി ഏൽപ്പിക്കുകയാണ്. അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സഹാബിയെ, റസൂലിന്റെ ഒരു ഏജന്റിനെ, സക്കാത്ത് പിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഒരാളുടെ അടുക്കലേക്ക് വിടുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യനുണ്ട്, കൂട്ടത്തിലൊരു നല്ല ഒട്ടകത്തെ ഈ സക്കാത്ത് കളക്ട് ചെയ്യാമെന്ന ആളുടെ മുമ്പിൽ സമർപ്പിച്ചു എന്നാണ്. അപ്പൊ ഈ സഹാബി പറഞ്ഞു, എനിക്കിത് വാങ്ങാൻ നിവൃത്തിയില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ഞാനിപ്പോ കണക്ക് നോക്കുമ്പോൾ താങ്കൾക്ക് ഒരു ചെറിയ ഒട്ടകമേ സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. താങ്കൾ വലിയ ഒട്ടകത്തെ തന്നാൽ അത് ശരിയാവില്ല, അത് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കൊടുക്കാൻ നിൽക്കുന്ന ഈ സഹാബി എന്താ പറഞ്ഞെന്നറിയോ, ഈ കർഷകനായ ഇയാള് പറഞ്ഞു, അത് ചെറിയ ഒട്ടകത്തെ കൊണ്ടുപോയിട്ട് പ്രയോജനമൊന്നും ഇല്ലല്ലോ, അതിനെ പിന്നെയും കുറെ കാലം വളർത്തിയാലല്ലേ ആ ചെറിയ ഒട്ടകം നിങ്ങൾക്ക് എന്തെങ്കിലും ഫലം തരുവുള്ളൂ. അതുകൊണ്ട് ഈ വലിയ ഒട്ടകം കൊണ്ടുപോ.
അങ്ങനെയാണ് കിട്ടുന്ന ആൾക്ക് അത് അപ്പം തന്നെ ഉപയോഗിക്കാമല്ലോ. തർക്കം നോക്കണം. വലുതേ തരുവുള്ളൂ, ചെറുതേ സ്വീകരിക്കുള്ളൂ. വല്ലാത്ത തർക്കമാണ്. ഉടനെ ഈ സാഹിബ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാനേതായാലും നബീന്റെ അടുക്കൽ പോയി വിശദീകരണം ചോദിച്ചിട്ട് വരാം. അദ്ദേഹം തിരിച്ച് റസൂലിന്റെ അടുക്കലേക്ക് പോകുന്നു. നബി പറഞ്ഞു, അയാൾ കൂടുതൽ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വാങ്ങിച്ചോളൂ, രണ്ടാൾക്ക് സമാധാനമായി. അപ്പൊ ഇതെവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ഇന്ന് ടാക്സ് വെട്ടിക്കാൻ ശ്രമിക്കുന്ന കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളുടെ ഫത്വ അന്വേഷണം അങ്ങനെയുണ്ട് അല്ലേ? ഇൻകം ടാക്സ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാവൂ, വെട്ടിച്ചു കഴിഞ്ഞാൽ സർക്കാരിനെ വെട്ടിക്കുന്നത് നിയമപ്രകാരം പഠിച്ചവന്റെ കോടതി ചോദ്യം ചെയ്യപ്പെടുവോ? എങ്ങനെ കൊടുക്കാതിരിക്കാം? അതിനുവേണ്ടി ഫത്വകൾ അന്വേഷിക്കുന്ന കാലത്ത് കൂടുതൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന സഹാബികളുടെ ആ ഒരു മാനസികമായ അത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയമായി അവരത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഈ സക്കാത്ത് കൊടുക്കാനുള്ള തോന്നൽ നമുക്ക് ഉണ്ടാകണമെങ്കിൽ പടച്ച തമ്പുരാൻ ഇത് നമ്മുടെ മനസ്സിലേക്ക് നോക്കുന്നുണ്ട്, നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഖുർആനിൽ അല്ലാഹു ചോദിക്കാൻ പരാമർശിച്ചു, വഫി അംവാലി ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. ഈ സക്കാത്ത് കൊടുക്കാനുള്ള മടി പലപ്പോഴും ഉണ്ടാകുന്നത് ഇതൊരു ഓശാരമായിട്ട് ഔദാര്യമായിട്ട് കൊടുക്കുന്നൊരു തോന്നൽ നിന്നിട്ടാണല്ലോ. എൻ്റെ ഒരു ദാനം, എങ്ങനെ പറയാം, ദാനം കൊടുക്കുക, ദാനമല്ലത്രേ ഇത് ദാനമല്ല, ഇത് ഇല്ലാത്തവന്റെ അവകാശമാണ്. വഫി അംവാലിഹിം, ഈ ധനികരുടെ സമ്പത്തിലുണ്ട് ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവന്, യാചകന്. ഒന്നുമില്ലാത്തവനാണ് ഫക്കീർ, കുറച്ചെന്തെങ്കിലുമൊക്കെ ഉള്ളവനാണ് മിസ്കിൻ. ഒന്നുമില്ലാത്തവൻ ഫക്കീർ, ദാരിദ്ര്യാവസ്ഥ എന്നാ പറയുക. അവന് എല്ലാം കിട്ടിയേ തീരൂ, അവന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ഈ ഫക്കാറത്ത്, ദാരിദ്ര്യം ഒരാൾക്ക് വന്നു വിടുമ്പോഴത്തേക്കും അയാൾ എന്തെങ്കിലും കൈനീട്ടാറും. കാരണം വേറൊരു മാർഗ്ഗമില്ല. ഇപ്പൊ ശാരീരികമായ അവശനായ ഒരാൾ, പണിയെടുക്കാൻ കഴിയില്ലാത്ത ഒരാളെ സങ്കല്പിക്കുക. യാചന എന്നുള്ളത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതും നിരോധിച്ചതുമാണെങ്കിൽ കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത ഒരാൾക്ക് ജീവിക്കണ്ടേ? അയാൾക്ക് കൈയിന്നുണ്ടാവില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ കൈ പ്രവർത്തനരഹിതമായിട്ടുണ്ടാവും, നടക്കാൻ കഴിയില്ല. ഇയാൾ എന്ത് പണിയെടുക്കുക? അയാൾക്ക് പണിയൊന്നും എടുക്കാനില്ല. അയാൾ ഫക്കാറത്തിലേക്ക്, ദരിദ്രാവസ്ഥയിലേക്ക് പോയി ചോദിക്കാൻ അയാൾ നിർബന്ധിതനായി. അങ്ങനെയുള്ള ചോദിക്കേണ്ടി വരുന്നൊരു ഫക്കീറിനെ കുറിച്ചിട്ട് ഖുർആൻ പറയാണ് ലിസ്സായിൽ, യാചനയുടെ വക്കിൽ നിൽക്കുന്നൊരുത്തൻ, വൽ മഹ്റൂം, ഒന്നുമില്ലാതായവൻ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ധനികരുടെ സ്വത്തിൽ അവകാശമുണ്ട്. അപ്പൊ ആ അവകാശം ധനികൻ കൊടുക്കേണ്ടത്, ഈ അവകാശത്തെ കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാക്കിയാണ്. ധനികർ ഇത് കൊടുക്കാതിരിക്കുമ്പോൾ, പാവങ്ങൾക്ക് ഇത് ലഭിക്കാതിരിക്കുമ്പോൾ ആ നാട്ടിൽ അങ്ങനെയാണ് പട്ടിണി ഉണ്ടാകുന്നത്, പട്ടിണി മരണം ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള ദരിദ്രാവസ്ഥയെ, പട്ടിണി മരണത്തെ, ഇല്ലായ്മയെ ഒഴിവാക്കാനായി ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും മികച്ചൊരു മാതൃകയാണ് സക്കാത്ത്. ആ സക്കാത്ത് സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ സക്കാത്ത് കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ള പണം ഒരു കാരണവശാലും പിടിച്ചു വെക്കല്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം എത്ര ശുഷ്കാന്തിയോടുകൂടി നമ്മളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടോ, അല്ലെ എത്ര ശുഷ്കാന്തിയോടുകൂടി നിസ്കാരം അനുഷ്ഠിക്കണമെന്നാണോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ താല്പര്യത്തോടെ നിർവഹിക്കപ്പെടേണ്ടുന്ന മഹത്തായ ഒരു ഇബാദത്താണ് സക്കാത്ത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുകാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികൾ, കരുണാമയനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി പാലിക്കണമെന്നും ജീവിതത്തിൽ തഖ്വയോടുകൂടി നിലകൊള്ളണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പലപ്പോഴും നമ്മളുടെയൊക്കെ വിചാരം സക്കാത്ത് ഇത് പണക്കാർക്ക് മാത്രം നിർബന്ധമായൊരു സാധനം എന്നുള്ളതാണ്. കൊടുക്കൽ പണക്കാർക്ക് മാത്രമേ നിർബന്ധമുള്ളൂ. പക്ഷെ സക്കാത്തിന് വേണ്ടി പണിയെടുക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. വിശുദ്ധ ഖുർആനിലെ സക്കാത്തിനെ വിവരിക്കുന്ന ഒരു
ആയത്തുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലെ ഒരായത്ത്, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സക്കാത്ത് പ്രവർത്തിക്കുന്നവരാണ്. ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. ലിസ്സകാത്തി ഫാഇലൂൻ, സക്കാത്തിനെ അവർ പ്രവർത്തിക്കുന്നവരാണ്. സക്കാത്ത് ശരിക്കും പ്രവർത്തിക്കാനുള്ള സാധനമല്ലല്ലോ, സക്കാത്ത് കൊടുക്കാനുള്ള സാധനമല്ലേ. പക്ഷെ അല്ലാഹു ഉപയോഗിച്ച വാക്ക് ഫാഇലൂൻ, പ്രവർത്തിക്കുന്നവർ, പണിയെടുക്കുന്നവർ എന്നൊക്കെയാണ്. അപ്പൊ സക്കാത്തിന് വേണ്ടി ഒരു പണിയെടുക്കൽ ആവശ്യമുണ്ട്. അത് പണക്കാർക്ക് മാത്രമല്ല. എന്താണ് സക്കാത്തിന് വേണ്ടിയുള്ള പണിയെടുക്കൽ? ഏറ്റവും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയത്ത് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ എന്നുള്ള സൂറത്തുൽ മുഅ്മിനൂനിലെ 4-ാമത്തെ ആയത്ത്. ഈ സൂറത്ത് അള്ളാഹു അവതരിപ്പിക്കുന്ന മക്കയിലാണ്. ഇപ്പൊ സക്കാത്ത് ഒരു ഭരണ കേന്ദ്രത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഭരണാധികാരി ഉണ്ടെങ്കിൽ മാത്രം നിർവഹിക്കപ്പെടേണ്ടെന്ന് സാമൂഹികമായി ബാധ്യതയാകുന്ന ഒരു സംഗതി എന്നുള്ളതാണല്ലോ പൊതുവെ മൗലവിമാര് പറഞ്ഞു വരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മദീനയെ മാത്രം നിർബന്ധമായിട്ടൊരു സാധനമായിരുന്നു. സൂറത്തുൽ മുഅ്മിനൂൻ അള്ളാഹു ഇറക്കുന്ന മക്കയിലാണ്, മക്കി സൂറയാണ്. പരിശോധിച്ചോളി. ആ മക്കി സൂറയിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ ജയിച്ചിട്ടുണ്ട്. ജയിക്കുന്നത് മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ് ജയിക്കുക, സ്വർഗലോകത്തിൽ എത്തുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു തുടങ്ങുന്ന ആ പരാമർശത്തിന്റെ തുടർച്ചയായി ഇങ്ങനെ വരികയാണ്, അവർ സക്കാത്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ആ മക്കയിലെ ഇസ്ലാമിക ഭരണമുള്ളത് ഇല്ലല്ലോ. ഇസ്ലാമിക ഭരണമില്ലാത്ത മക്കയിൽ തന്നെ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഓതി കൊടുക്കാനായി ഖുർആനിൽ സക്കാത്തി ഫാഇലൂൻ, സക്കാത്ത് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മക്കയിൽ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? അതന്നെ രസമായത്. മക്കയിൽ മുസ്ലിങ്ങൾ ഒന്നും ഇല്ലാത്തവരാണ്, പരമദരിദ്രർ. അവർക്ക് കുറച്ച് പൈസ ഉണ്ടാകുന്ന ഹിജ്റ ചെയ്ത് മദീനയിലെത്തി കുറച്ച് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് പണമൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് വന്നപ്പോൾ എത്രയാണ്. അപ്പൊ ഹിജ്റയ്ക്ക് മുന്നേ മദീനയിൽ എത്തുന്നതിന് മുമ്പേ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ സക്കാത്തിനെ പരാമർശിച്ചെങ്കിൽ അതിന്റെ അർത്ഥം സക്കാത്തിന് വേണ്ടി പണിയെടുക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് ഇത് നേരത്തെ ഒരു സ്റ്റേറ്റ് രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ അതിനു വേണ്ടിയുള്ള വർക്ക് പ്രവർത്തനത്തെ അള്ളാഹു സഹാബത്തിനോട് പറയാണ്. അപ്പൊ സക്കാത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാല് പാവങ്ങളും ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ പ്രവർത്തനം പണക്കാരെ ചെന്ന് കണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുക. നാട്ടിലെ സക്കാത്ത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിർവഹിച്ചാൽ മതി എന്ന് ഇപ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണ്ഡിതന്മാരോട് സംവദിക്കണം. ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ട പണിയല്ല, ഇത് കൂട്ടായി ചെയ്യേണ്ടുന്ന പണിയാണ്. ചില ആളുകളുണ്ടല്ലോ, തുറന്നിൽ പറയുമ്പോൾ ചില വിമർശനമായി പോകും. ചിലർക്ക് ഇതൊന്നും നടപ്പിലാകരുത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടില് ആളുകളെ നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ഒരു വിഭാഗമുണ്ട്, തബ്ലീഗുകാര്. കുറ്റം പറയാനല്ല, മഹത്വപ്പെടുത്താൻ പറഞ്ഞാണ്. അതിനെ എതിർക്കുന്നവരില്ലേ? പള്ളിയിലേക്ക് ആൾക്കാർ ആകെ ചെയ്യുന്ന പണി അതാ, പള്ളിയിലേക്ക് ആൾക്കാർ വിളിക്കുക, എന്നിട്ട് അവരെ കാഫിറാക്കുക, അവരെ വിദഗ്ധരാക്കുക, അവർ ഒരു പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിസ്കാരത്തിന് പള്ളിയിൽ വിളിക്കുന്നത് പോലും ചില ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ സക്കാത്ത് സാമൂഹികമായി നിർവഹിക്കപ്പെടേണ്ടുന്നൊരു സംഗതിയാണെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ ഒട്ടും ഉൾക്കൊള്ളില്ല. കാരണം അത് കയ്യിൽ നിന്ന് പൈസ പോകുന്ന പരിപാടിയാണ്. ചുരുക്കി മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നിസ്കാരത്തിലേക്ക് ആളുകളെ വിളിക്കുന്നത് പോലെ, നിസ്കരിക്കാൻ പള്ളി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പോലെ പള്ളി ഉണ്ടാക്കലും അതിനുവേണ്ടി പ്രവർത്തിക്കലും ഒരു വലിയ പുണ്യകർമ്മമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സക്കാത്ത് വ്യവസ്ഥ സാമൂഹികമായി നിർവഹിക്കപ്പെടാനുള്ള സംവിധാനം ഉണ്ടാക്കൽ, അതിനുവേണ്ടി പ്രവർത്തിക്കൽ, അതിനുവേണ്ടി പണിയെടുക്കൽ, അതിനുവേണ്ടി ആളുകളെ ക്ഷണിക്കലും ഉത്ബുദ്ധരാക്കലും നമുക്ക് വാജിബായ സംഗതിയാണ്. അപ്പോൾ മാത്രമേ വിശുദ്ധ ഖുർആനിൽ ഇത്തരം നിർദ്ദേശങ്ങൾ ഒത്തു പ്രവർത്തിക്കാൻ നമുക്ക് ആവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാന്റെ എല്ലാ കൽപ്പനകളും യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാഥൻ നമ്മെ തുണക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വേണം വരുന്ന റമളാനിലേക്ക് നമുക്ക് അടുക്കാൻ. നോമ്പിലേക്ക് നേരെ ചെന്ന് കയറുക എന്നുള്ളതല്ല. നിസ്കാരമായി സക്കാത്തിന് വേണ്ടി പണിയെടുത്ത് തുടങ്ങിയിട്ട് വേണം. റമളാൻ മാസത്തിന് മുന്നേ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞ ചിലർക്ക് ധാരണയുണ്ട്, ഇത് റമളാനിൽ കൊടുക്കേണ്ട സാധനമാണ് സക്കാത്ത് എന്നുള്ളത്. ഞാൻ സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടല്ല ഇന്ന് പറഞ്ഞത്, സക്കാത്തിന്റെ സാമൂഹിക പരിസരത്തെയാണ് വിശദീകരിച്ചത്. അതൊരു നിർബന്ധ ബാധ്യതയായി, സംവിധാനം ഉണ്ടാക്കേണ്ട അനിവാര്യമായൊരു സംഗതിയായി
മനസ്സിലാക്കുക, പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും സഹകരിക്കാനുള്ള മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ. കാരുണ്യവാനായ നാഥൻ എല്ലാ നന്മകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തെയും അല്ലാഹു സഹായിക്കുകയും വിജയത്തിലെത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. കരുണാവാരിധിയായ നാഥ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസത്തെയും നീ നീക്കിത്തന്ന് അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ചു തരണേ അല്ലാഹുവേ. വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങൾക്ക് നീ എൻട്രൻസ് നൽകുകയും റമളാൻ കൂടുതൽ മനോഹരമായ നിലക്ക് സൽക്കർമ്മങ്ങൾ അതിൽ ചെയ്ത് അല്ലാഹു നിന്റെ പുണ്യം നേടാനുള്ള വലിയ ഭാഗ്യം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وأتم السلام.